പിണറായി വിജയന്റെയും CPM-ന്റെയും സഞ്ചരിക്കുന്ന രഹസ്യങ്ങളുടെ ബോംബാണ് EP ജയരാജൻ. ആ ബോംബ് പൊട്ടിത്തെറിച്ചാൽ താൻ നിലം പൊത്തുമെന്ന പിണറായി വിജയനും പാർട്ടി തന്നെ നിലം പരിശാവുമെന്ന നേതൃത്വത്തിനും പ്രത്യേകിച്ച് MV ഗോവിന്ദനും നന്നായി അറിയാം. CPM സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തനിക്കൊന്നും സംഭവിക്കില്ല എന്ന EP ജയരാജന് നേരത്തെ അറിയാമായിരുന്നു. തനിക്കെതിരെ എന്തിനാണ് അച്ചടക്ക നടപടി സ്വീകരിക്കുന്നത് എന്നാണ് വിവാദങ്ങൾക്കിടെ EP മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത്. ഈ സാഹചര്യത്തിലായിരുന്നു CPM-ന്റെ ഫണ്ട് റൈസർ എന്ന ഓമനപ്പേരുള്ള EP ജയരാജൻ തിരുവാ തുറന്നാൽ പലതും നഷ്ടപ്പെടുന്നത് മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾക്കറിയാവുന്നതാണ്. ഈ സാഹചര്യത്തിലാണ് അച്ചടക്ക നടപടി എന്ന വടി പിണറായി പാർട്ടി പിറകിലോട്ട് ഒളിപ്പിച്ചത്. എന്നാൽ തനിക്കൊന്നും സംഭവിക്കില്ലെന്ന ആത്മവിശ്വാസം വിവാദങ്ങൾക്കിടയിൽ EP ജയരാജൻ പുലർത്തിയിരുന്നു. പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയെക്കുറിച്ച് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ EP ജയരാജൻ വിശദീകരിച്ചത് വൈകാരികമായിട്ടായിരുന്നു. BJP-ക്കെതിരെയുള്ള തന്റെ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ചരിത്രം തന്നെ അവതരിപ്പിച്ചുകൊണ്ടാണ് EP വികാര നിർഭരനായത്. ദല്ലാൽ നന്ദകുമാർ തന്നെ കുടുക്കാൻ ശ്രമിച്ചെന്നും കുറേ നാളായി തനിക്കെതിരെ ഗൂഢാലോചന അയാൾ നടത്തുന്നുണ്ട് എന്നും EP പറഞ്ഞു. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മറ്റു നേതാക്കളാരും EP ജയരാജനെ ഒരക്ഷരം കുറ്റപ്പെടുത്താൻ മുതിർന്നില്ല എന്നതാണ് ഇക്കാര്യത്തിൽ ശ്രദ്ധേയം. കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പോളിംഗ് ദിനം തുറന്നു പറഞ്ഞത് സംശയങ്ങൾ ഒഴിവാക്കാനെന്നായിരുന്നു. ദല്ലാളുമായുള്ള ബന്ധത്തെ നേരത്തെ ഉപേക്ഷിച്ചതെന്നും EP യോഗത്തിൽ പറയുകയുണ്ടായി. സംഭവത്തിൽ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങാൻ EP പാർട്ടിയുടെ അനുവാദം തേടുകയായിരുന്നു. ഇടതുമുന്നണിയെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടാണ് തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ചില മാധ്യമങ്ങളും ഗൂഢാലോചനയിൽ പങ്കാളിയാണ്. EP പറഞ്ഞതും ചെയ്തതുമെല്ലാം കണ്ണടച്ച് അംഗീകരിക്കുന്ന തലയാട്ടുകയുമാണ് പിണറായി അടക്കമുള്ള സഹാക്കൾ യോഗത്തിൽ ചെയ്തത്.